ഇതിൽ ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ ഒരുപാട് പേരുണ്ട്. ആരൊക്കെയായിട്ടായിരുന്നു കോമ്പിനേഷൻ? നസീർക്ക് ആയാലും ഷാജു, നസീർ, പിന്നെ ഷാജോൺ, അവരൊക്കെ അവർക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അവർക്ക് കുറച്ച് സീനിയറിറ്റി അതെ നിൽക്കുന്നത്. അതെ. അപ്പൊ എങ്ങനെയായിരുന്നു? പക്ഷെ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ആദ്യത്തെ ആ ഒരു എല്ലാം അവർ പറഞ്ഞു തന്നു എങ്ങനെ ചെയ്യണം. ഡയലോഗ് പ്രസന്റേഷൻ ആയിരുന്നു ഏറ്റവും കൂടുതൽ. ഡ്രാമ ചെയ്യുന്നവരല്ലല്ലോ, അപ്പൊ അതിനൊക്കെ അവർ ഭയങ്കര ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ കാസർഗോഡ് ഇപ്പൊ കുറെ സിനിമകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഷൂട്ട് കാണാൻ പോവുക, അങ്ങനെ അതിലൊക്കെ ഒരു അവസരങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ? അങ്ങനെ കാസർഗോഡ് ഇപ്പൊ സിനിമ കുറെ വരുന്നുണ്ടല്ലോ അവിടെ നിന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ തിങ്കളാഴ്ച നിശ്ചയം മുതൽ അങ്ങോട്ട് ഒരുപാട് സിനിമകളുണ്ട്. ഞങ്ങള് സിനിമ ഒരു ലക്ഷ്യമായിട്ട് പോയിട്ടില്ലായിരുന്നു. പോയിട്ടില്ല. ഡ്രാമ തന്നെയായിരുന്നു മെയിൻ. ഒരു കാരണം നമ്മൾക്ക് ഒന്ന് അതിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല. കാരണം ഒരു ഒരു +2 ഡിഗ്രി കോട്ടയത്താണ് പഠിച്ചത്. ഞങ്ങൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലൊക്കെ ഫസ്റ്റ് അടിച്ചായിരുന്നു നാടകത്തിന്. പക്ഷെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പിന്നെ ഈ ബിസിനസ്സിലേക്ക് കയറിയപ്പോൾ പിന്നെ നമ്മൾ ഈ ആ നാട്ടിലെ എന്തെങ്കിലും പരിപാടി നാടകം കളിക്കുന്നല്ലാതെ ആ ഒരു നാടകം തുടങ്ങി ഒരു 3 മാസം 4 മാസമൊക്കെ റിഹേഴ്സൽ കൊണ്ട് വരും. അങ്ങനെയല്ലാതെ പിന്നെ ഇതിലേക്കൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഒരു ഷൂട്ട് നടക്കുന്ന അവിടെ പോയി നിൽക്കാൻ നമുക്ക് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. അല്ലെങ്കിലും ഞാൻ പറഞ്ഞ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കുറെ ഷൂട്ടുകളൊക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞ ഓർമ്മയിൽ അങ്ങനെ ഉണ്ടോ ഏതെങ്കിലും താരങ്ങളൊക്കെ ആദ്യമായിട്ട് കണ്ടതൊക്കെ ഒരു ഓർമ്മ? നമ്മളെ ഈ ബേക്കലക്കോട്ടയിലുള്ള ഷൂട്ടുള്ള സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്. മാധവൻ, തമിഴ് അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ഒരു ലൊക്കേഷനിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഇത് മണിരത്നത്തിന്റെ സിനിമയാണ് തോന്നുന്നു. മണിരത്നല്ല, ഒരു അലേഫായിദയാണോ? കുറെ സിനിമകൾ അവിടെ ഉണ്ട്. മിന്നലെ. പണ്ട് ബോംബെ ഒക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. എനിക്കൊണ്ട് ആ സ്ഥലം തന്നെ ഇപ്പോ എനിക്കൊണ്ട് മണിരത്നം ബോംബെയുടെ ഒരു ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വിസിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞ വാർത്തയുണ്ട്. നാരായണ സ്വാമി വരുന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതെ അതെ. അതൊക്കെയാണ് ഓർമ്മകൾ, അന്നത്തെ ഒരു ഓർമ്മ. ഇനിയിപ്പോ വേറെയും സിനിമകളൊക്കെ നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത് ഇറങ്ങിയിട്ട് ഇപ്പൊ നോക്കുന്നുള്ളൂ? എന്തായാലും തൽക്കാലം ഇപ്പൊ ഇതിലാണ് ഒരു പ്രതീക്ഷ. ഇപ്പൊ ചേട്ടൻ എന്ന രീതിയിൽ ബെന്നറ്റിന്റെ പെർഫോമൻസ്, അല്ല ഇതില് ഈ ബെന്നറ്റ് എന്ന് പറഞ്ഞ കഥാപാത്രം ചേട്ടന്റെ ഒരു പെർഫോമൻസ്, ജിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? കാരണം നിങ്ങൾ നാടകം ചെയ്യുന്ന പോലെ ആളതൊരു ഒരു നായകനായിട്ട് ഇതിൽ അഭിനയിക്കുകയാണ്. അതൊക്കെ ഒരു പെട്ടെന്ന് എന്തോ സംഭവിച്ച പോലെ തന്നെ. കാരണം അത് ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരണം നിമിത്തം പോലെ. പക്ഷെ ഇവൻ ചേട്ടൻ മുടിയൊന്നും നീട്ടി വളർത്താറില്ല സാധാരണ. ഇതിൽ കാണുന്ന പോലെയല്ല. അല്ലല്ല. കാരണം അവനൊരു ഹോസ്റ്റൽ ഫീൽഡ് ആയതുകൊണ്ട് ഈ മുടിയൊന്നും നീട്ടി വളർത്തില്ല. പക്ഷെ അവൻ ഇതിന്റെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയോ മുടി നീട്ടിയതാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടർ എന്നിട്ടും ആ ഒരു മുടി നീട്ടിയ ക്യാരക്ടർ വേണം. അവന്റെ ആ ഒരു ഇതിലേക്ക് ആ ക്യാരക്ടർ വന്നത്. പിന്നെ അവൻ ചെയ്യുന്ന ഫീൽഡും അതാണ്, ഒരു ഡോക്ടറുടെ ഇതായതുകൊണ്ട് അതിന്റെയൊക്കെ ഒരു ഭയങ്കരമായിട്ട് ഒരു സംഭവിച്ചു. അതങ്ങനെ ഒരു നിമിത്തം വന്ന പോലെ തന്നെ അത് നന്നായി ചെയ്യും. ഒരു ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു ഇതൊന്നുമില്ല, ഒരു ഫീലിംഗ് ഇല്ല. നന്നായിട്ട് ചെയ്തു. ഭയങ്കര ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതെന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഒരു കൂട്ടായ്മയാണല്ലോ, അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടെ. ഇനി തുടർന്നും ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ അങ്ങോട്ട് വളർന്നു വരാൻ പറ്റട്ടെ. ശരി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.